മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രികമെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. കൂട്ടുകാരിയാ? ഹലോ. ആ, ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. 4 ദിവസമായി ഞാൻ ഇങ്ങേറോട് ഒളിച്ചോടി ഇവിടെ വന്ന് താമസിക്കാനായിട്ട്. എന്നിട്ടും നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലോടി. ഞാൻ ഒളിച്ചോടുന്നതിന് നീയും എല്ലാവരുടെയും കൂടെ നിന്ന് എതിര് പറഞ്ഞോളല്ലേ. ആ, എനിക്ക് നല്ലൊരു ചേട്ടനെയാ ഭർത്താവായിട്ട് കിട്ടിയത്. അയ്യോ, പുള്ളിനെ കൈവെള്ളയിലല്ലയോ കൊണ്ട് നടക്കുന്നേ. ആ, എന്നെ ഒന്ന് നോക്കിപ്പോലും പേടിപ്പിക്കത്തില്ല. അത്രയ്ക്ക് സ്നേഹമാ ചേട്ടൻ എന്നോട്. എന്തിന്? ഒരു തുമ്മൽ വന്നാ പോലും തുമ്മത്തില്ല. തുമ്മൽ വന്നാ പിന്നെ എന്തോ ചെയ്യുന്നു? അത് തിരിച്ച് മൂക്കിലോട്ട് വലിച്ചു കയറ്റും. വെച്ചിട്ട് പോടി. ആരടി? വാനേട്ടാ. നീ എന്ത് വിളിയായി വിളിക്കുന്നത്? വാനേട്ടാ വാനേട്ടാ കേൾക്കുന്നവരെന്തോ തെറ്റിദ്ധരിക്കത്തില്ലയോ? എന്റെ പേരെന്താണ്? വാനപ്രസ്ഥൻ. അങ്ങനെ വിളിച്ചാ മതി എന്നെ. അയ്യോ, അത് വിളിച്ചു വരുമ്പോഴത്തേക്ക് നേരം വിളിക്കും. ഞാൻ വാനേട്ടാന്നേ വിളിക്കത്തുള്ളൂ. എന്തെങ്കിലും വിളിക്കും. നീ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നു? അയ്യോ, ഉണ്ടാക്കാൻ പറ്റിയില്ല. പച്ചക്കറി അഞ്ഞപ്പോ എന്റെ കൈ ഒന്ന് മുറിഞ്ഞതേ കണ്ടോ? കൈ മുറിഞ്ഞു? അപ്പൊ ബ്ലഡ് പോയി കാണുമല്ലോ. ഇല്ല. അല്ല, ഒരു കുപ്പി ബ്ലഡ് എങ്കിലും കുത്തി വെക്കണം. ഞാൻ വിളിച്ചു നോക്കട്ടെ. അല്ലേ വേണ്ട, നമുക്ക് ക്ലിനിക്കിലോട്ട് തന്നെ അങ്ങ് പോവാം. വണ്ടി എടുക്കാം. വണ്ടി അല്ലെങ്കിൽ എന്റെ വേണ്ട, കാറ് സ്ലോയാ. ആംബുലൻസ് തന്നെ വിളിച്ചു കളയാം. ഇതൊരു ചെറിയ മുറിവല്ലേ? നിനക്ക് ചെറിയ മുറിവായിരിക്കും, പക്ഷെ എനിക്കിത് വലിയ മുറിവാ. കാരണം എത്ര നാൾ കൂടി, എത്ര കല്യാണപ്രായം കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ഇച്ചിരി കൂടും. അതേ, ഇവിടെ ഇരുന്നേ, ഞാൻ ചോദിക്കട്ടെ. എനിക്ക് നിന്നോട് ഇത്രേ സ്നേഹമാണെന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. അതുപോലെ നിന്നെ വേറെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചോദിക്കുന്നു. അല്ലല്ല, ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമല്ല. ഇപ്പൊ ഓരോരുത്തർ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനോ ബഹളം വെക്കാനോ വഴക്കിനോ അതിനല്ല ഞാൻ ചോദിച്ചേ. അങ്ങനെ ഇപ്പൊ ഞാൻ ഇത്രയും നിന്നെ സ്നേഹിക്കുന്നതൊക്കെ അങ്ങനെ ആരെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരാളുണ്ടായിരുന്നു കോളേജിൽ പഠിച്ചപ്പോ. ഇത്രയല്ല വിഷയം. നീ എന്ത് കാര്യം ഞാൻ ഇത് ചോദിച്ചു? വലിയ എന്താ പുള്ളിയുടെ പേര്? ഷിബു. ഇത്രയുള്ളു. മിക്ക ദാമ്പത്യം ഇങ്ങനെയാണ് തകരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി ഒന്നും ചോദിച്ചല്ല. ഷിബു എന്ത് ചെയ്യുന്നു? ഷിബു വിദേശത്താ, ബിസിനസ്സാ. വിദേശത്താണ്? അത്രയുള്ളൂ. ഞാൻ വേറെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ. നിങ്ങള് ടൂറൊക്കെ പോകും? ടൂർ പോയിട്ടുണ്ട്. 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അല്ല, കോളേജിൽ നിന്ന് ആൺപിള്ളേരൊരു വണ്ടിയിൽ പെൺപിള്ളേരൊരു വണ്ടിയിൽ അങ്ങനെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അത് കറക്റ്റ്. അല്ല, നമ്മളിപ്പോ ചോദിക്കേണ്ട കാര്യമൊന്നും ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രമേ. അല്ലാതെ നിന്റെ മനസ്സിൽ ചോദിച്ച് നിന്നെ വിഷമിപ്പിക്കാനോ അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കാനോ ഒന്നും അല്ല. നിങ്ങള് ഫോണിൽ വിളിക്കുമല്ലേ? ഇല്ല, വിളിക്കാറൊന്നുമില്ല. ചാറ്റ് ചെയ്യാണ്? ഇല്ല, ചാറ്റ് ചെയ്യാൻ സമയമില്ലല്ലോ. അല്ല, അത് കളഞ്ഞാൽ നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. അതെ അതെ. പുള്ളി കല്യാണം കഴിച്ചാണോ? ആ, അതെ. കുട്ടികള് 2 പേര്. അപ്പൊ ആ ചാപ്റ്റർ ക്ലോസ്. അല്ല, പുള്ളി കല്യാണം കഴിച്ചു, 2 കുട്ടികളും ഉണ്ട്, ചാറ്റ് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. പിന്നെ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നമുക്ക് കൈതട്ടിയൊക്കെ കോളുകൾ വരുമല്ലോ. അങ്ങനെ ഒരു കോള് വന്നപ്പോ കൈതട്ടി വരാം. അതൊക്കെ അങ്ങനെ വന്നതാ. ഓക്കെ ഓക്കെ. അല്ല പിന്നെ എനിക്കെന്തെങ്കിലും അങ്ങനെ ഉണ്ടോന്നല്ലേ നീ ചോദിക്കാൻ വരുന്നത്? എന്നാ അങ്ങനൊന്നും ഇല്ല. എന്നാലും ഞാൻ പറയട്ടെ, അതായത് ഇനി എനിക്ക് അങ്ങനൊന്നും ഇല്ലെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ ഞാൻ ഉമ്മ വെച്ച് ഒന്ന് കരുതുക.